ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ച 18 മലകളുടെ നാഥനായ ധർമ്മശാസ്താവ് നിശബ്ദമായി തന്റെ പുണ്യപീഠത്തിൽ നിന്ന് പടിയിറങ്ങുന്നു. തപസ്സിന്റെ വിശുദ്ധിയുള്ള ഈ പുണ്യസ്ഥലത്തെ സ്വാർത്ഥതയുടെ ഇരുളിൽ ഒരു കച്ചവട കമ്പോളമാക്കി മാറ്റിയ കാലം. ഇവിടെ ഭക്തിയെ വെറും വിലപേശലാക്കി. ആചാരങ്ങൾ അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് പൊള്ളയായ വെറും ചടങ്ങുകളായി. ആ 18 മലകളുടെ നാഥൻ ഒടുവിൽ തന്റെ പിതൃഭൂമിയിലേക്ക് മടങ്ങുന്നു. കൈകൂപ്പി പ്രാർത്ഥിച്ച ഭക്തരുടെ ആത്മനൊമ്പരം ആ മൂർത്തി തിരിച്ചറിഞ്ഞു. സത്യത്തിന്റെ വിളക്കണഞ്ഞുപോയ മുഖങ്ങൾ, നീതിയുടെ ശബ്ദം മങ്ങിയ ഇടങ്ങളും അവൻ കണ്ടു. ധാർമ്മിക നിലനിൽപ്പിന്റെ കാവൽക്കാരാകേണ്ടവർ പോലും വഴിമറന്നുപോയ കാഴ്ചകൾ. ഇവിടെ താൻ സ്ഥാപിച്ച ധർമ്മം കാലത്തിന്റെ കളങ്കത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇവിടെ താൻ അർപ്പിച്ച സത്യം പണത്തിന്റെ അധികാരത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അയ്യപ്പൻ യാത്രയായി തന്റെ പിതൃഭൂമിയിലേക്ക് തീർത്ഥയാത്ര. കൈലാസത്തിന്റെ അനന്തമായ മഞ്ഞുമൂടിയ താഴ്വരകളിൽ ലോകത്തിന്റെ